ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് എന്നത്തെയും പോലെ നമ്മുടെ കിച്ചണിലുള്ള വീഡിയോസോ വ്ളോഗോ കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് വന്നേക്കുന്നത് നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് വെക്കേഷനിൽ ഒരു ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെക്കേഷനിൽ മെയിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് ഇത്രയും ദിവസം ലാഗായി പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനൊരു മനസ്സ് വന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ ഫുള്ള് എൻ്റെ മോർണിംഗ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് എനിക്ക് ഇത് ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താവും എന്നറിയാത്ത കാരണം എനിക്ക് എന്തോ അങ്ങോട്ട് ഒരു ഇത് വന്നില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഗാലറിക്ക് എടുക്കുമായിരുന്നു, അപ്പോൾ പിന്നെ ഇട്ട് നോക്കാം. അത് തന്നെ ഇട്ട് വെറുപ്പിക്കണേക്കാളും നല്ലതല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ട്രാവലിംഗ് വ്ളോഗ് ഒരു വെറൈറ്റി ഒക്കെ ആവാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചേഞ്ച് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് വലിയ ട്രിപ്പോ കാര്യങ്ങളൊന്നും അല്ല, ഒരുപാട് ദൂരെയിട്ടും അല്ല, നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാണ്. നമ്മുടെ അടുത്ത് കോതോങ്കലൊക്കെ കഴിഞ്ഞ് വളരെ കുറച്ച് മാത്രം പോയാൽ മതിയാവുന്ന ഭൂതത്താൻകെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഞാൻ കുറേ മുമ്പ് പോയിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു 10 വർഷം മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഭൂതത്താൻകെട്ടേ അല്ല കേട്ടോ, ഇപ്പം മൊത്തം മാറി. ഒരുപാടായി, ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി തോന്നുന്നു ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വന്നിട്ട്. പക്ഷെ ഞാനിങ്ങനെ വന്നിട്ട് ആദ്യമായിട്ടാണ് പോണത്. പിന്നെ ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ടും പിള്ളേരെ ഒന്നും കൊണ്ട് ഇതുവരെ കാണിച്ചിട്ടുണ്ടായില്ല. പിന്നെ നമ്മളെപ്പോലെയുള്ള പ്രവാസി ഭാര്യമാർക്ക് ഇതൊക്കെ തന്നെ ധാരാളമായിരിക്കും. കാരണം നമ്മളിപ്പോൾ കൊണ്ടുപോകാൻ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ചെറിയൊരു ട്രിപ്പാണെങ്കിലും ഇടയ്ക്കൊന്ന് പോയില്ലെങ്കിൽ പിള്ളേർക്കായാലും ഒരു രസം ഉണ്ടാവില്ലല്ലോ. ഈ വീട്ടിലിരുന്ന് തന്നെ പിള്ളേരും ആകെ മടുത്തിട്ടുണ്ട്. പിന്നെ സ്കൂൾ തുറന്നിട്ട് ചെല്ലുമ്പോഴായാലും ക്ലാസ്സിൽ ഫ്രണ്ട്സൊക്കെ വന്നിട്ടായാലും ഞങ്ങൾ വെക്കേഷൻ അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയുമ്പോൾ എൻ്റെ പിള്ളേർക്കും പറയാൻ എന്തെങ്കിലും ഒരു സ്ഥലം വേണമല്ലോ എന്നുള്ളൊരൊറ്റ വിചാരത്തിൽ മാത്രം ഞാൻ പോയതാട്ടോ. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് ഭൂതത്താൻകെട്ട് കാണാനുള്ള കൊതി ഉണ്ടായിട്ടോ അങ്ങനെ ഒന്നും പോയതല്ല. പിള്ളേർക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം, അവരുടെ ഒരു സന്തോഷത്തിന്. പിന്നെ അവിടെ പാർക്കുണ്ടല്ലോ, അപ്പോൾ പിന്നെ പാർക്കിലും കയറ്റി കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒരു രസമായിരിക്കില്ല. എപ്പോഴും നമ്മുടെ ഈ അടുത്തുള്ള 2-3 പാർക്കുകളിൽ മാത്രം ഇങ്ങനെ പോയി ഇടയ്ക്ക് എന്ന് വെച്ചാൽ എപ്പോഴൊന്നും പോകാറൊന്നുമില്ല. ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനീത്തിയോ, പിന്നെ അതുപോലെ എൻ്റെ വീഡിയോസിനും മിക്കപ്പോഴും കാണുന്നതാണ് എൻ്റെ കസിൻ കുഞ്ഞി, അവളുള്ളപ്പോഴും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അതല്ലാതെ അനീത്തിയും അനിയനൊക്കെ ഇവിടെ നാട്ടിൽ ഒരു മാസം ലീവിനുണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ വാഗമൺ അങ്ങനെ പല സ്ഥലങ്ങളിലും കൂടെ അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കൂടെ പോകാനും ഒന്നും ആരും ഇല്ലാണ്ടായിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ മായിനെ വിളിക്കാം. മായിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസിൽ എപ്പോഴും കാണുന്ന ഈ നടന്നു തുടങ്ങുന്ന കുഞ്ഞി, അവളുടെ ആങ്ങളെയാണ് മായിൻ. അതായത് എൻ്റെ അമ്മച്ചിക്ക് ആകെ ഒരു കൂടപ്പുറപ്പാണുള്ളത്, അമ്മച്ചിയുടെ അനിയത്തി, അതിൻ്റെ മക്കളാണ് കേട്ടോ ഇവർ. അപ്പോൾ മായിനെ വിളിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ അനിയൻ്റെ, അതായത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ കാറ് അവരുടെ വീട്ടിൽ വെറുതെ കിടക്കുന്നുണ്ട്. അതെടുത്തുകൊണ്ടാണ് ഞങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് പോവാറ്. എന്തെങ്കിലും കാര്യം ഇപ്പം എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ട്രിപ്പ് പോണ സമയത്ത് ആ കാറിന് പൊല്യൂഷൻ തീർന്നു എടുക്കാറുണ്ട് കേട്ടോ. പൊല്യൂഷനില്ല, പക്ഷേ എന്തോ കാര്യം കൊണ്ട് അവർ പൊല്യൂഷൻ എടുക്കാൻ കുറേ ദിവസമായിട്ട് നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പൊല്യൂഷൻ എന്തോ സെറ്റ് ആവുള്ള, വണ്ടിക്ക് പുക കൂടുതലാണെന്ന് എന്തോ പറഞ്ഞിട്ട്. പിന്നെ വണ്ടി മൊത്തത്തിൽ അഴിച്ച് പണിയാനും ഒക്കെ ഉണ്ട്. പക്ഷേ കൊണ്ടുപോകണം പറഞ്ഞിട്ട് അന്ന് വെച്ചപ്പോൾ നമ്മളോട് വണ്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സ്വയം റിസ്കിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ അവർ വീട്ടിലുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ എന്തെങ്കിലും കാരണത്തിൽ പിടിച്ചു പോയി കഴിഞ്ഞാൽ 10,000-2000 രൂപ വെറുതെ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ പിന്നെ മായിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ വേറെ അവൻ്റെ പരിചയത്തിലുള്ളൊരു വണ്ടി എടുത്തുകൊണ്ട് വരാട്ടോ ചെയ്തത്. അതൊരു ഫ്രഷ് പുതിയ വണ്ടിയായിരുന്നു കേട്ടോ. ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് 1-2 ദിവസങ്ങളൊക്കെ മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്പർ പ്ലേറ്റും ഇടാത്ത രജിസ്റ്റേർഡ് വാഗനർ, പുതിയ വാഗനറായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു കാർ ഓടിക്കാനും ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ അവരുടെ വണ്ടി ഏത് വണ്ടിയാണെങ്കിലും ഞാൻ ഒന്ന് ഓടിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പോയത്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ലൈസൻസ് എടുത്തിട്ട് 1 വർഷമൊക്കെ ആവാറേ ആയിട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഇതുവരെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ വണ്ടിയില്ല, ആരുടെയും കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കണില്ല, അങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ വല്ലപ്പോഴും കാർ കിട്ടുമ്പോഴായാലും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഓടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓടിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ മായിന് അങ്ങനെ ഇതിലുള്ള യാതൊരുവിധ മടികളൊന്നുമില്ല. അവൻ്റെ പരിചയത്തിലുള്ള ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്നതാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തരാണ്ടിരിക്കും, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലൈസൻസ് കിട്ടിയതിൻ്റെ, അതായത് 2-ൻ്റെയും 4-ൻ്റെയും ലൈസൻസ് കിട്ടിയതിൻ്റെ എനിക്ക് ഒരു 50% എന്താ പറയുക ക്രെഡിറ്റ് മായിന് തന്നെ കൊടുക്കാം. കാരണം ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഒരു 16,000-17,000 രൂപ മുടക്കി ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തതാണെങ്കിലും ഒറ്റയ്ക്കൊരു ദിവസം ഒരു കാർ റെൻ്റ് എടുത്ത് ഞാൻ മായിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ റൂട്ട് അങ്ങനെ ഒരു ദിവസം ഫുള്ളായിട്ട് ഞാനൊരു കാർ റെൻറ്റിനെടുത്ത് പെട്രോൾ അടിച്ച് അവൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ്റെ കൂടെ പോയി കിട്ടിയ ആ ഒരു ട്രെയിനിൻ്റെ അത്രയും എനിക്ക് എന്തായാലും ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം അവൻ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തന്ന എല്ലാം എനിക്ക് നന്നായിട്ട് പറഞ്ഞു തന്ന് നല്ല ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ. കാരണം അവൻ്റെ ഒരു ഒറ്റ ദിവസത്തെ ഇതും കൊണ്ടാണ് എനിക്ക് നല്ല ധൈര്യത്തോടു കൂടി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടില്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് എനിക്കിവൻ പറഞ്ഞു തന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ പോയതിൻ്റെ പിറ്റേന്ന് ഐറൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് 2-3 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേറെ
വേറൊരു ഡ്രസ്സും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 4 എന്നുള്ളൊരു ബലൂണും ഒക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവിടെ പോകാമല്ലോ, പിറ്റേന്ന് ബർത്ത്ഡേ ആലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 3-4 ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചാട്ടോ. അല്ലാണ്ട് ഇപ്പം അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള എവിടെയെങ്കിലും പോയി ഒരു ബർത്ത്ഡേക്കുള്ള ഫോട്ടോഷൂട്ട് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. നമ്മൾ എന്തായാലും പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം. അതല്ലാതെ അങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പിള്ളേർക്ക് എന്തായാലും ഒരു എത്ര വയസ്സാണോ അതിൻ്റെ ഒരു ബലൂൺ വാങ്ങിച്ചു കൊടുത്ത് ഫോട്ടോ എടുക്കും. അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് തന്നെ എത്ര സീനറി ഇല്ല, പച്ചപ്പില്ല എന്ന് പറഞ്ഞാലും നമ്മൾ അത്യാവശ്യം നല്ലൊരു ഫോണാണ്, നല്ല രീതിക്ക് ഫോട്ടോസ് എടുക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായാലും നല്ലൊരു ഫോട്ടോ ആയിരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ എടുക്കലുണ്ട്. പിന്നെ ഇത് എന്തായാലും ഇങ്ങനെ പോയതാലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിള്ളേരെ കൊണ്ട് അവിടെ പാർക്കിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൽ വന്ന് പോയി. പിന്നെ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു പോയപ്പോൾ അതിനെപ്പറ്റി പ്രത്യേകം പറയാൻ പറ്റില്ല എന്ന് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും തന്നെ സമയമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒട്ടും സമയമാവാതെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇക്കാരനെ വിളിച്ചപ്പോൾ ഇക്കായും പറഞ്ഞു എന്തായാലും പെട്രോളൊക്കെ അടിച്ച് പോകുന്നതല്ലേ, ആ ഇഞ്ചത്തൊട്ടിയും കൂടെ പോയിട്ട് വരെയെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പിന്നെ കുറച്ച് പോയാൽ മതിയായിരുന്നില്ല. കുറച്ചല്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഭൂതത്താങ്കെട്ട് വന്നതിനേക്കാൾ ദൂരം ഉണ്ടായിരുന്നു ഭൂതത്താങ്കെട്ട് നിന്ന് ഇഞ്ചത്തൊട്ടിയിലേക്ക് കേട്ടോ. എന്തായാലും നമ്മൾ പോയി. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ വരണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് പോയിട്ടോ. ഇവിടെ നമ്മൾ കുറേ മുൻപ് വന്നിട്ടുണ്ട്. അതായത് അനിയനൊക്കെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു തവണ നമ്മൾ മൂന്നാർ പോയപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോൾ വന്ന സമയത്ത് എനിക്കിത് തീർത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് പാലം ഫുള്ളായിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുറച്ച് പോയപ്പോഴത്തേക്കും പാലം നന്നായിട്ട് ഇടുന്ന കുലുങ്ങിയിട്ട് നല്ല പേടിയായിട്ട് ഞാൻ ഐറോനിയം കൊണ്ട് തിരിച്ചിറങ്ങി പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇവിടുന്ന് കാണും പോലെയല്ല, അവിടെ ചെന്ന് കുറച്ചാകുമ്പോഴത്തേക്കും പിന്നെ ഓൾറെഡി പാലം നല്ല കുലുക്കാണ് നടുക്കൊക്കെ എത്തുമ്പോഴത്തേക്കും. പിന്നെ അതിൻ്റെ കൂടുതൽ ഏതെങ്കിലും ചെറിയ പിള്ളേരൊക്കെ കയറി അവരൊക്കെ കിടന്ന്, ചെറിയ പിള്ളേരോ അല്ലെങ്കിൽ വലിയ ആൺപിള്ളേരും ഒക്കെ കയറുമ്പോൾ അവർക്ക് ഇങ്ങനെ കുലുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മാത്രം. അത് കഴിഞ്ഞപ്പോൾ പയ്യെ ഞാൻ ഫോണൊക്കെ എൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് നല്ല സേഫായിട്ട് പിടിച്ചുകൊണ്ടാട്ടോ പോയത്. അപ്പോൾ പിന്നെ ഒരു കയ്യിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം ഒരു കൈ അവിടെ പിടിച്ച് ഒരു ഫോണിൽ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് കിടക്കുമ്പോൾ നന്നായിട്ട് പേടിയാവും, ഫോണൊക്കെ ചാടി പോകുമ്പോഴൊക്കെ തോന്നും കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു എന്തായാലും അതിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്തായാലും ഈ തവണ ഞാൻ ഫുള്ളായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് പൂർത്തിയാക്കി ഇപ്പുറ സൈഡിൽ വരുമ്പോൾ ഉള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത്. ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മൾ പൂർത്തിയാക്കിയില്ലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ പ്രാവശ്യം നമ്മൾ മൊത്തം കയറി. പിന്നെ അതെന്ന് പറഞ്ഞാൽ കുഞ്ഞായിരുന്നു. ഐറോനെ ഞാൻ എടുത്തുകൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കൊച്ചാണെങ്കിൽ വേറെ ആരുടെയും കയ്യിൽ പോയില്ലായിരുന്നു. അവരുടെ ആരുടെയും കയ്യിൽ പോയെങ്കിൽ അവർക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. എനിക്കും ഫുള്ളായിട്ട് പോകുമായിരുന്നു. ഇവിടെ ആരുടെയും പോയില്ല, ഞാൻ തന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് അങ്ങനെ എടുത്തുകൊണ്ടും പോയതുകൊണ്ടാന്ന് തോന്നിട്ട് എനിക്ക് ഭയങ്കര പേടിയായത്. പിന്നെ ഞാൻ പകുതി ആയപ്പോൾ തന്നെ ഞാൻ താഴെ കൊച്ചിനെ കൊണ്ട് വന്നിരുന്നു. ഇവർ മൊത്തം പോയിട്ട് തിരിച്ചു വരികയാട്ടോ ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും പൂർത്തിയാക്കി നമ്മൾ അപ്പുറ സൈഡിൽ കുറച്ച് സംഭവങ്ങൾ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പിലിട്ട് സാധനം ഒരുപാട് വാങ്ങിച്ചില്ല. ഈ വെറുതെ ഇങ്ങനെ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ നമ്മൾ തുളി അങ്ങനെ കഴിക്കുമല്ലോ, ആ സാധനമാണ് വാങ്ങിച്ചത്. ഉപ്പിലിട്ടത് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ വാങ്ങിച്ച് കഴിക്കണം നല്ലതല്ലല്ലോ. അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ കുറേ തവണ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 3 പേർക്കും വന്ന് ചെറുതായിട്ട് ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വാങ്ങിച്ചു കൊടുക്കാൻ പോയില്ല. അത് വാങ്ങിക്കൂല, വേറെ എന്തെങ്കിലും മിഠായിയോ എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ കുറേ നേരമൊക്കെ ഒന്ന് പറഞ്ഞ് നോക്കി, ചെറുതായിട്ടൊക്കെ ഒന്ന് കരഞ്ഞൊക്കെ നോക്കി. പിന്നെ കിട്ടൂല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ തന്നെ കരച്ചിലൊക്കെ മാറ്റി. അങ്ങനെ തൂക്കുവാലം ഫുള്ളായിട്ട് കയറിയിട്ട് നമ്മൾ ഇറങ്ങി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണതാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടൊക്കെ ആ സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് വീഡിയോയിൽ ലോങ് വീഡിയോയിൽ നമുക്ക് പാട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ പാട്ട് ഓഫ് ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞത്, അവൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ എടുക്കാനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് തന്നെയാണ് പോയത്. പക്ഷേ നടക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഈ കാറും കൂടെ കണ്ടപ്പോൾ ഒട്ടും ഞാൻ നടക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം പുതിയ കാറാണ്, അവൻ ഒരിക്കലും എനിക്കിങ്ങനെ ഓടിക്കാനും വീഡിയോ എടുക്കാനും എൻ്റെ പ്രഹസനത്തിനൊന്നും തരില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവന് യാതൊരു പ്രശ്നമില്ലായിരുന്നു. അവൻ ഫുൾ സപ്പോർട്ടായിട്ട് ഓടിച്ചോ, ഞാൻ വീഡിയോ എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം ഓടിച്ച് അങ്ങനെ എൻ്റെ ആ ആഗ്രഹം ഇതിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ട്രാവൽ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം.